കൊല്ലം തിരുമംഗലം എഴുകോൺ പഞ്ചായത്തിൽ ദേശീയപാതയോരത്ത് അനധികൃതമായി കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് പരാതി. യാത്രക്കാർക്ക് നിൽക്കാനോ വണ്ടി തിരിയാനോ കഴിയാത്തയിടത്താണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വരുന്നത് എന്ന ആക്ഷേപം പൊതുജനങ്ങൾ ഉയർത്തുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി തുടരുന്ന നിർമ്മാണ പ്രവൃത്തികൾ പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും നാട്ടുകാരും ഉന്നയിക്കുന്നത്. ഇതുപോലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യുന്നവയാണ്. MLA, MP, നഗരസഭാ ഫണ്ടുകൾ വകയിരുത്തി ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നത് ഒരു പുതുമയുള്ള കാഴ്ചയുമല്ല. എന്നാൽ കൊല്ലം ജില്ലയിലെ എഴുകോൺ പഞ്ചായത്തിലെ ജനങ്ങൾ പറയുന്നു തങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വേണ്ട എന്ന്. എന്തുകൊണ്ടാണെന്നല്ലേ അത് അവർ തന്നെ പറയും. ഇവിടെ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ട് ഉള്ളിലോട്ട് കയറി നിൽക്കത്തില്ല. വെളിയിലോട്ട് നിൽക്കാനും അപകട സാധ്യത കൂടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ചീരങ്കാവിൽ തന്നെ ഓൾറെഡി കൊല്ലം റൂട്ടിലോട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉള്ളിടത്ത് തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുവന്ന് റോഡിന് വീതി ഇല്ലാത്തടത്ത് തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് കൂടി പണിയാണ്. അങ്ങോളം ഇങ്ങോളം സിമന്റ് കട്ടകളും കോൺക്രീറ്റും ഉപയോഗിച്ച് അനധികൃതമായി കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഷെഡുകൾക്ക് ബേസ്മെന്റ് ഇട്ട് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തികൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പൊതുജനം. ചീരങ്കാവ് ജംഗ്ഷനിൽ കൊല്ലം ഭാഗത്തേക്ക് നിലവിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. എന്നാൽ അതിന് സമീപത്തായി വീണ്ടും ഒരു ഷെഡ് അതേ ദിശയിൽ നിർമ്മിക്കുകയാണ്. ഏനാത്ത് പുത്തൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ, ESI ആശുപത്രിയിലേക്ക് പോകാൻ വരുന്ന രോഗികൾ തുടങ്ങി ദിനം പ്രതി നിരവധി ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ചീരങ്കാവ്. ഇവിടെ യാത്രക്കാർക്ക് നിൽക്കാനോ വാഹനം തിരിയാനോ പോലും സ്ഥലമില്ലാത്ത ഭാഗത്താണ് രണ്ടാമതൊരു കാത്തിരിപ്പ് കേന്ദ്രം കൂടി പണിയുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചീരങ്കാവിലുള്ള വെയിറ്റിംഗ് ഷെഡിൽ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ ഇപ്പോൾ കച്ചവടക്കാർ കയ്യേറി കച്ചവടക്കാരാണ് നടന്നത്. അതിനടുത്ത് തന്നെ വീണ്ടും എന്തോ ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു വെയിറ്റിംഗ് ഷെഡ് കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ എഴുകോൺ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലും ഒട്ടും വീതിയില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു വെയിറ്റിംഗ് ഷെഡ് ചെയ്യും. മറ്റൊന്ന് എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടപ്പാത കയ്യേറി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള ഇടത്താണ്. ഇവിടം റെയിൽവേ കോമ്പൗണ്ട് ഗ്രില്ല് കെട്ടി അടച്ചിരിക്കുന്ന ഭാഗമാണ്. അവിടെ ട്രെയിൻ, ബസ് യാത്രക്കാർക്ക് അസൗകര്യമായാണ് കാത്തിരിപ്പ് കേന്ദ്രം വരുന്നത്. എഴുകോൺ കോളന്നൂർ ഭാഗത്ത് സ്വകാര്യ സ്കൂളിന് മുന്നിൽ വീതിയില്ലാത്ത സ്ഥലത്തും നടപ്പാത കയ്യേറിയാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം. പണിഞ്ഞു വെക്കുന്നത് വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ കൂടെ വണ്ടി ഇപ്പൊ പോകുന്നത്. അത് ആർക്ക് വേണമെങ്കിലും കണ്ടാലോ ഇത്. അതുകൊണ്ട് നിങ്ങള് അധികാരികള് ഇത് പടിഞ്ഞാറേ വശത്തേക്ക് മാറ്റുന്ന സ്ഥലമുണ്ട്. ഇവിടെ പടിഞ്ഞാറേ വശത്തേക്ക് സ്ഥലം ഇഷ്ടം ആ സ്ഥലത്തേക്ക് മാറ്റണം. ഇത് ആർക്കും ഉപയോഗമില്ല. 2 ദിവസത്തിനകം ഇത് വണ്ടി തന്നെ ഒന്നിടിച്ച് ഇത് പൊളിഞ്ഞു. കൃത്യമായ പഠനം നടത്താതെയാണ് പണികളെന്നും പൊതുജനം പറയുന്നു. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതേ എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവരിങ്ങനെ ഒരുപോലെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളിൽ ഒരു പുനഃപരിശോധന അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.